പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തുന്ന എല്ലാ പ്രവാസികൾക്കും ഒട്ടും തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് പ്ലാനാണ് ഇൻഡസ് വിവ ഡയറക്ട് സെല്ലിംഗ് കമ്പനി പരിചയപ്പെടുത്തുന്നത്. പ്രവാസ ട്യൂബിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും പല മേഖലയിലും മാന്യമായി അധ്വാനിച്ച് മാന്യമായി വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ നമ്മുടെ സ്വപ്നങ്ങൾക്കും അനുസരിച്ചാണ്, നമ്മുടെ ആഗ്രഹങ്ങൾക്കും അനുസരിച്ചാണോ ഇന്ന് നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ സ്വയം ചോദിക്കുക. ഉത്തരം എന്ന് പറയുന്നത് ഏകദേശം 95% വ്യക്തികൾക്കും അത് സാധിക്കുന്നില്ല എന്നായിരിക്കും. അതിന് വ്യക്തമായ ഉത്തരം കിട്ടുന്ന ഒരു സ്ലൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡോക്ടർ മൊണ്ടേക് സിംഗ് അലുവാലിയ എന്ന് പറയുന്ന വ്യക്തി നമ്മളോട് ഓരോരുത്തരും പറയുന്നു 35% ലിവിംഗ് കോസ്റ്റ് ഓരോ വർഷമാണ് എന്ത് ചെയ്യുന്നത്? 35% ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. 1940 കാലഘട്ടത്തിൽ നമുക്ക് ഒരു ശരാശരി കുടുംബത്തിന് വേണ്ട എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു പ്രതിമാസ ചെലവ് എന്ന് പറയുന്നത് 10 രൂപയായിരുന്നു. അത് 1960 കാലഘട്ടം എത്തിയ സമയത്ത് 10 നിന്ന് 100 രൂപയിലേക്ക് എത്തി. അതുപോലെ തന്നെ 1980 കാലഘട്ടം നോക്കുകയാണെങ്കിൽ 1000 രൂപ, 2000 കാലഘട്ടം നോക്കുകയാണെങ്കിൽ 10000 രൂപ, 2020 കാലഘട്ടം നോക്കുന്ന സമയത്ത് 1 ലക്ഷം രൂപയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് പ്രതിമാസ ചെലവ് എന്ന് പറയുന്നത്. വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. ചെലവിന് ബീറ്റ് ചെയ്യാനായിട്ട് വരുമാനം എന്ത് ചെയ്യണം? നമുക്ക് വർദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പല വ്യക്തികൾക്കും വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഏത് മേഖല ചൂസ് ചെയ്യുന്നതാണ് ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇൻകം സെക്ടേഴ്സ് നോക്കുന്ന സമയത്ത് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ മേഖലയാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ഒരു കൃഷി ഒരു ഉപജീവന മാർഗമായി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് കാർഷിക രാജ്യമാണ്. പക്ഷേ ഇന്ന് ദിനം പ്രതി ആത്മഹത്യ വർദ്ധിക്കുന്നു, അതുപോലെ കർഷക സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അഗ്രികൾച്ചർ മേഖല ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം ഒരു ലോക്ക്ഡൌണിന് ശേഷം അല്ലെങ്കിൽ കൊറോണയ്ക്ക് ശേഷം നല്ല രീതിയിൽ 50,000 60,000 രൂപ സാലറിയുള്ള വ്യക്തികളെ സംബന്ധിച്ചോളം നേർ പകുതിയിലാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് മേഖല നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ന് നല്ല രീതിയിൽ കഴിവുള്ള വ്യക്തികൾ റാങ്ക് ലിസ്റ്റിന് പോലും വരുന്നുണ്ട്. പക്ഷേ ഗവൺമെന്റിന് ജോലി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം, ഒരുപാട് പ്രശ്നത്തിലൂടെയാണ് ഗൾഫ് മേഖല നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒമാനിൽ ഒമാനൈസേഷൻ, സൗദിയിൽ സൗദിവൽക്കരണം. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തനായിട്ട് ചിന്തിക്കാൻ റെഡിയാണോ? എങ്കിൽ ഒരു മുതൽ മുടക്കില്ലാതെ ഒരു സംരംഭകനായി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് മാറാൻ പറ്റുന്നുണ്ടോ? അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആണ്. ഒരു കമ്മ്യൂണിറ്റി കൊമേഴ്സ് നിങ്ങൾക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് സാധിക്കില്ല. രണ്ടാമത്തെ സെക്ടർ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് കാലത്തിന് അനുയോജ്യമായ ബിസിനസ് വേണം നമ്മൾ ഏറ്റെടുക്കാനായിട്ട്. ഇന്ന് മിസ്റ്റർ പോൾസൻ പിൽസർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ 2 പ്രവചനമായിരുന്നു. ഇനി വരാൻ പോകുന്നൊരു മേഖല അത് ഓട്ടോമൊബൈൽ മേഖലയാണെന്നും, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്നൊരു മേഖല IT മേഖലയാണെന്നും, ബില്യണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന മേഖല എന്ന് പ്രൊഡക്ട് ചെയ്ത വ്യക്തിയാണ് മിസ്റ്റർ പോൾസൻ പിൽസർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ 3ാമത്തെ പ്രവചനമാണ് ഇനി മില്യൺ അല്ല ബില്യൺ അല്ല, $1 ട്രില്യൺ ഇൻഡസ്ട്രി ആയിട്ട് ഇവിടെ വരാൻ പോകുന്നൊരു മേഖലയാണ്. അത് ഫ്യൂച്ചറിസ്റ്റുകളുടെ മേഖലയാണ്. ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റുകളുടെ മേഖല. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇനി വരാൻ പോകുന്ന മേഖല ഹെൽത്ത് ആൻഡ് വെൽനസ് മേഖലയാണ്. 3ാമത്തെ സെക്ടർ എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ആണ്. കാലത്തെ അതിജീവിച്ച, കാലം കൊണ്ട് തെളിയിക്കപ്പെട്ട ഒരു ബിസിനസ് മോഡലാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇടനിലക്കാരും പരസ്യക്കാരും ഒഴിവാക്കി ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഈ ഡയറക്ട് സെല്ലിംഗിനെ പറ്റിയിട്ട് ഇന്ന് നീതി ആയോഗിന്റെ മുൻ കോഴിക്കോട് കളക്ടർ ആയിട്ടുള്ള അമിതാഭ് ഖാൻ IAS പോലും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഡയറക്ട് സെല്ലേഴ്സിന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? റെസ്പെക്ട് ചെയ്യുന്നു. കാരണം ഇന്ത്യയെ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് പിടിച്ചുറുന്നതിനും അല്ലെങ്കിൽ നിലനിർത്തുന്നതിനും വേണ്ടി ഏറ്റവും പങ്ക് വഹിക്കുന്ന വ്യക്തികൾ ഒന്നാണ് ഡയറക്ട് സെല്ലേഴ്സ് എന്ന് പറയുന്നത്. സോ ഞങ്ങൾ ഡയറക്ട് സെല്ലേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നതാണ് ആര് പറഞ്ഞിട്ടുള്ളത്? നീതി ആയോഗിന്റെ CEO പോലും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ 3 സെക്ടേഴ്സോടും സമന്വയിപ്പിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ അവസരം പരിചയപ്പെടുന്ന കമ്പനിയാണ് ഇൻഡസ് വിവ. ഈ ഒരു കമ്പനി 2014 കമ്പനി ഏകദേശം 10 വർഷം പിന്നിടുന്ന സമയത്ത് വളരെ പ്രൗഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ബാംഗ്ലൂരിൽ ജയ്മഹലില് നന്ദുർഗ റോഡില് ഓൺ ടവറിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനി. സ്വന്തം തറവാടുള്ള കമ്പനിയാണ് ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനി. ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് പരിശോധിക്കുന്ന സമയത്ത് ഇന്ന് വളരെ പ്രൗഡ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടോ? ഇന്ന് ന്യൂട്രാസ്യൂട്ടിക്കൽ ബ്ലെൻഡിലെ ടോപ്പ് 5 നിൽക്കുന്ന കമ്പനികളിൽ ഒന്നായിട്ടുള്ള ബയോ ആക്റ്റീവ് ജപ്പാൻ എന്ന് പറയുന്ന ടോക്കിയോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനിയുടെ മദർ കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് ആയിട്ട് നമുക്ക് സപ്പോർട്ട് തരുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നോക്കുന്ന സമയത്ത് ഒരു മാസം 500 മെട്രിക് ടൺ മന്ത്ലി കപ്പാസിറ്റി ഉള്ള ഒരു ജയന്റ് ഗ്രൂപ്പാണ് ഇൻഡസ് വിവ എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. അതുപോലെ നമ്മുടെ
സർട്ടിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ അണ്ടറിലുള്ള ആയുഷ് ഡിപ്പാർട്ട്മെന്റ് സർട്ടിഫൈ ചെയ്ത പ്രൊഡക്റ്റുകളാണ്. 100% നാച്ചുറൽ ആണ്. അതുപോലെ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത പ്രൊഡക്റ്റുകളാണ് ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോഴ്സസ് ഒരു പ്രൊഡക്റ്റ് ആണ്. കമ്പനിയുടെ മാനുഫാക്ചറിംഗ് പ്ലാനിന്റെ സർട്ടിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് സർട്ടിഫിക്കറ്റുള്ള കമ്പനിയാണ് ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനി. ഐഎസ്ഒ സർട്ടിഫിക്കറ്റ് കമ്പനി. അതുപോലെ തന്നെ ജർമ്മൻ സോഫ്റ്റ്വെയർ SAP ആണ് കമ്പനി യൂസ് ചെയ്യുന്നത്. അതുപോലെ മെമ്പർ ഓഫ് കോൺഫെഡറേഷൻ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പ്രൗഡ് മെമ്പറാണ് ഇൻഡസ് വിവ എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. മൈ ഡിയർ ഫ്രണ്ട്സ്, അതുപോലെ വളരെ പ്രൗഡ് ആണ് നമ്മളെ സംബന്ധിച്ചോളം ഇന്റർനാഷണൽ പ്രസൻസ് കിട്ടിയ ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനി. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, ഇന്ന് ഓസ്ട്രേലിയ മുതൽ യുണൈറ്റഡ് സ്റ്റേറ്റ് അമേരിക്ക വരെ 23 രാജ്യങ്ങളിലെ 23 രാജ്യങ്ങളിലെ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിനെ നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒറ്റ ഡയറക്ഷൻ കമ്പനിയാണ് ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനി. അതുപോലെ നമ്മുടെ കമ്പനിയുടെ അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻ നോക്കുന്ന സമയത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് GST എന്ന് പറയുന്നത്. ഇന്ന് ആ GST ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്പെഷ്യൽ അപ്രീസിയേഷൻ കിട്ടിയ കമ്പനിയാണ് ഇൻഡസ് വിവ എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. അതുപോലെ 2022 ബെസ്റ്റ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ കമ്പനിയായി തെരഞ്ഞെടുക്കപ്പെട്ട കമ്പനിയാണ് ഇൻഡസ് വിവ എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. ഇതേ രീതിയിൽ കമ്പനിക്ക് മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ എന്നറിയപ്പെടുന്നത് നമ്മുടെ പ്രൊഡക്റ്റുകളാണ്. ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റുകളാണ്. ആ പ്രൊഡക്റ്റ് പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് ഒരു ഫ്രൂട്ടിനെ ഞാൻ പരിചയപ്പെടുത്തുന്നു. അതിന്റെ പേര് അസായി ബെറി എന്ന് പറയുന്ന ഫ്രൂട്ടാണ്. ഇന്ന് ആമസോൺ റെയിൻ ഫോറസ്റ്റ് കാണപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് അസായി ബെറി എന്ന് പറയുന്നത്. അസായി ബെറി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തണ്ണിമത്തൻ അതിന് വത്തക്കയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 1027 തണ്ണിമത്തിന് സമമാണ് ഈ കുഞ്ഞൻ പഴം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പോഷകങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൽ എന്താ പറയുക രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ പറ്റിയ നമ്പർ ഓഫ് ഫ്രൂട്ടാണ്. അതുപോലെ ഹാർട്ട് സപ്പോർട്ടർ ആണ്. അതുപോലെ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ക്യാൻസർ സപ്പോർട്ട് നൽകുന്ന ഒരു ഫ്രൂട്ടാണ് അസായി ബെറി എന്ന് പറയുന്ന ഈ കുഞ്ഞൻ പഴം എന്ന് പറയുന്നത്. ഈ അസായി ബെറി മെയിൻ ചേരുവായിക്കൊണ്ട് നോർത്ത് അമേരിക്കൻ ഏജൻസിയായ നാസ അവിടെ ബഹിരാകാശ സഞ്ചാരികൾക്ക് സ്കിൻ ക്യാൻസർ വരാതിരിക്കാനും അതുപോലെ റേഡിയേഷൻസ് പ്രിവെൻഷന് വേണ്ടി ഒരു ഹെൽത്ത് ഡ്രിങ്ക് കൊടുക്കുന്നുണ്ട്. അതിന്റെ പേരാണ് AS10 എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. പക്ഷേ AS10 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളിപ്പോൾ സാധാരണക്കാർക്ക് വാങ്ങാൻ സാധിക്കില്ല. ഇന്ന് സാധാരണക്കാർക്ക് വേണ്ടി നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടി മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ആണ് iPulse എന്ന് പറയുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അസായി ബെറി എന്ന് പറയുന്ന ഫ്രൂട്ടും അതുപോലെ വിദേശത്ത് കളക്ട് ചെയ്യുന്ന ഒരു 14ഓളം വിദേശ ഫ്രൂട്ട്സിന്റെ ഒരു പേറ്റന്റഡ് ബ്ലെൻഡ് ആണ് iPulse എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. മൈ ഡിയർ ഫ്രണ്ട്സ്, iPulseന്റെ പ്രത്യേകത രാവിലെ 30 ml വൈകിട്ട് 30 ml നിങ്ങൾ കഴിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ 3.5 കിലോ വെജിറ്റബിൾ ഫ്രൂട്ട്സ് നട്ട്സ് കഴിച്ചാൽ എന്തെല്ലാം നമ്മുടെ ശരീരത്തിൽ കിട്ടോ അത് വെറും 60 ml കിട്ടുന്നുണ്ടോ. ശരീരം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന എല്ലാ കാര്യം നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം ഇംബാലൻസ് ഉണ്ടോ അതിനെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്ന അതിമനോഹരമായ ഒരു പ്രൊഡക്റ്റ് ആണ് iPulse എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. 3 മാസം ചെന്ന ഏതൊരു കൊച്ചു കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്നറിയാം നമുക്ക് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു അവസ്ഥയാണ് എന്താ പറയുക ക്യാൻസറിന്റെ മാരകമായ ഒരു അവസ്ഥയാണ് ഡയബറ്റീസ് എന്ന് പറയുന്ന അവസ്ഥ. ഇഞ്ചിഞ്ചായി കൊള്ളുന്ന ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥയ്ക്ക് ഏറ്റവും നല്ല റെമഡി എന്ന് പറയുന്നത് മധുമേഹ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയ്ക്ക് എന്ന് നമുക്കറിയാം ആയുർവേദത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഒന്നായ ചരക സംഹിതയിൽ ചരക മഹർഷി മെൻഷൻ ചെയ്ത കാര്യമാണ്. മധുമേഹ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഏറ്റവും നല്ല റെമഡി എന്ന് പറയുന്ന ഏകനായകമാണ്. നമ്മുടെ കമ്പനി ഏകനായകം കൃഷി ചെയ്ത് അതിൽ നിന്ന് ആക്റ്റീവ് മോളിക്യൂൾസ് വേർതിരിച്ചെടുത്ത് കമ്പനി പാറ്റന്റ് എടുത്തിട്ടുണ്ട്. അതിന്റെ പേരാണ് സാൽസിറ്റാൾ എന്ന് പറയുന്നത്. ഇന്ന് സാൽസിറ്റാൾ നായ്ക്കുറ പരിപ്പ് കൂർഗിന്ന് കളക്ട് ചെയ്യുന്ന കഫീൻ കണ്ടന്റ് നീക്കം ചെയ്ത കോഫി ബീനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും വരാൻ ചാൻസ് ഉള്ളവർക്കും ഇന്ന് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ലോക ആരോഗ്യ സംഘടനയുടെ ക്ലിനിക്കൽ ട്രയൽ ലിസ്റ്റ് ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രൊഡക്റ്റ് ആണ്. ആ പ്രൊഡക്റ്റിന്റെ പേരാണ് iCoffee എന്ന് പറയുന്ന അമേസിംഗ് പ്രൊഡക്റ്റ്. സംബന്ധിച്ചോളം 2 നേരം ചായ കുടിക്കുന്നുണ്ടാവും. ആ ചായക്ക് പകരം കോഫി യൂസ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ എത്ര കാലപ്പഴക്കം എത്തിയ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ എനർജി വീണ്ടെടുത്തുകൊണ്ട് ഒരു ക്വാളിറ്റി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് iCoffee എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡക്റ്റ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഐസ്ലിം ഫ്ലാറ്റമേസ്. ഇന്ന് പൊണ്ണത്തടി കുടവേര തുടങ്ങിയ അവസ്ഥ അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ സമൂഹത്തുണ്ട്. അവരെ സംബന്ധിച്ചോളം അവരുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള A to Z പോഷകാഹാരം കൊടുത്തതിന് ശേഷം
അവിടെ ശരീരത്തിൽ ബാഡ് ഫാറ്റ് കത്തിച്ച് കളഞ്ഞുകൊണ്ട് കറക്റ്റ് ബോഡി ഷേപ്പിലേക്കും കറക്റ്റ് ബോഡി വെയിറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു മീൽസ് റീപ്ലേസ്മെന്റ് പ്രൊഡക്റ്റ് ആണ് ഐസ്ക്രീം ഫ്ലാറ്റ് ടമ്മീസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഐസ്ക്രീം എന്ന് പറയുന്നത് 4 പേരിൽ അവൈലബിൾ ആണ്. വാനില, ഓറഞ്ച്, മാംഗോ, ചോക്ലേറ്റ് എന്ന് പറയുന്ന 4 പേരിൽ അവൈലബിൾ ആണ്. രാത്രി ഭക്ഷണം ഒഴിവാക്കിയിട്ട് കഴിക്കാൻ തയ്യാറാണോ എങ്കിൽ ഒരു മാസം കൊണ്ട് 3.5 കിലോ മുതൽ ഏകദേശം 6-7 കിലോ വരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വെയിറ്റ് മാനേജ് ചെയ്യാൻ ചെയ്യിപ്പിക്കുന്ന അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് ഐസ്ക്രീം എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഐഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ്. ഇതൊരു ന്യൂട്രി കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ആണ്. അകത്തേക്ക് കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം സ്കിൻ റിലേറ്റഡ് ആയ പ്രശ്നങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഐഗ്ലോന്റെ മെയിൻ ചേരുവ എന്ന് പറയുന്നത് അത് കാശ്മീരി വായന്ന് കളക്ട് ചെയ്യുന്ന കുങ്കുമപ്പൂവ്, അതുപോലെ തന്നെ ലുട്ടീന്റെ എക്സ്ട്രാക്ട്, അതുപോലെ അങ്ങനെ ആയിട്ടുള്ള ആയുർവേദ കണ്ടന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഐഗ്ലോ എന്ന് പറയുന്നത്. സിപ്പപ്പ് രൂപത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ബ്ലഡ് പ്യൂരിഫൈ ചെയ്തുകൊണ്ട് അതുപോലെ ലിവറിലെ വിഷാംശം പുറന്തള്ളിക്കൊണ്ട് എന്റെ ഒരു ഗ്ലോ വർദ്ധിക്കാൻ സാധിക്കുന്ന ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് ഐഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഐഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് 4 പേരിൽ അവൈലബിൾ ആണ്. ബ്ലാക്ക് കറന്റ്, സ്ട്രോബെറി, മാംഗോ, ഓറഞ്ച് എന്ന് പറയുന്ന 4 പേരിൽ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. മൂവിന്റെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് നൽകാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഐ കെയറിന്റെ മെയിൻ ചേരുവ എന്ന് പറയുന്നത് മഞ്ഞളിൽ നിൽക്കുന്ന കുർക്കുമിൻ, ശതാവരി, ചങ്ങലമരണ തുടങ്ങിയ ആയുർവേദ കണ്ടന്റ് ഒരു കൂട്ടാണ് ഐ കെയർ എന്ന് പറയുന്നത്. രാവിലെ 30 ml വൈകിട്ട് 30 ml കഴിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആർത്തവും ആർത്തവിരാമത്തിന് ശേഷം ഉണ്ടാകുന്ന ലേഡീസിനെ സംബന്ധിച്ചോളം എന്തെല്ലാം ഇംബാലൻസ് ഉണ്ടോ അതിനെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. മൈ ഡിയർ ഫ്രണ്ട്സ്, നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഐഡിയൽ ഗമ്മീസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഐഡിയൽ ഗമ്മീസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇത് 4 പേരിൽ അവൈലബിൾ ആണ്. നമ്മുടെ കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്, അതുപോലെ കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾ, കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ മാനസികാരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് ഐഡിയൽ ഗമ്മീസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഒരു മിഠായി രൂപത്തിലാണ് കമ്പനി ഫോർമാറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു രീതി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി 6 പ്രൊഡക്റ്റുകളാണ് എന്ത് ചെയ്യുന്നത്, കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. ഈ 6 പ്രൊഡക്റ്റുകളുടെ വിപണന രീതി നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിന് മുന്നോടിയായി നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ മാർക്കറ്റിൽ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് വിപണനം ചെയ്യുന്നത്. ആ ഒരു രീതി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ബൂസ്റ്റ് ആണ് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് 100 കൊടുത്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക, നമ്മൾ ബൂസ്റ്റ് വാങ്ങുന്നുണ്ടാവുക. പക്ഷേ വെറും 30 രൂപയുള്ള ബൂസ്റ്റിനെ സംബന്ധിച്ചോളം 70% പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളിലാണ്, അല്ലെ? നിലവിൽ കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ 70% ഫണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ നോക്കുന്ന സമയത്ത് അവിടെ കോടീശ്വരന്മാരാണ് എന്ത് ചെയ്യുന്നത്, നിലവിൽ കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ എന്തില്ല, ഒരു ഓപ്പർച്യൂണിറ്റി എന്തില്ല, ഒരു കോമൺ പീപ്പിൾസിന് കിട്ടുന്നില്ല. പക്ഷേ ആ ഒരു സിസ്റ്റമാണ് കൺവെൻഷണൽ ഡിസ്ട്രിബ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ കമ്പനി ഇതിന്റെ വിപണന രീതി ചെയ്യുന്ന രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നിലവിൽ കോടീശ്വരന്മാരായിക്കൊണ്ട വ്യക്തികളെ, നിലവിൽ ഇടനിലക്കാരും പരസ്യക്കാരും ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഒരു 70% തുക നമ്മളെ പോലെ സാധാരണക്കാർക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കമ്പനി ഈ ഒരു മാർക്കറ്റിംഗ് രീതി എന്ന് പറയുന്നത്. അവർക്ക് കൊടുക്കുന്ന പൈസ നമ്മളെ പോലെ സാധാരണക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി റീഡിസ്ട്രിബ്യൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി ചെയ്യുന്നുണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കമ്പനി 3 ഓപ്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് 3 ഓപ്ഷൻസിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ അവസരത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നുണ്ടാവും. ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒരു കസ്റ്റമർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കമ്പനിയിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാം, നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 500 രൂപ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ 500 രൂപ സമ്പാദിക്കാൻ ഒരു ആക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു വിവാഹ റീറ്റെയിലർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ കമ്പനിയിലേക്ക് വരാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരു ബിസിനസ്മാൻ ലെവലിൽ ചിന്തിക്കുന്ന സമയത്ത് നല്ലൊരു ടൈം ഫ്രീഡം വേണം, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, എന്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അനുസരിച്ച് എനിക്ക് ജീവിക്കണം എന്നുള്ള ഒരു ചിന്തയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിവാഹ ബിസിനസ് ഓണർ ആയിട്ടും ഈ കമ്പനിയിലേക്ക് വരാൻ സാധിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഇവിടെയുള്ള വ്യക്തികൾ എല്ലാവരും ഒരു വിവാഹ ബിസിനസ് ഓണർ ആണ്. നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ, നിങ്ങൾ ഒരു കൈയടി കൊടുക്കാം. കാരണം നമ്മൾ എല്ലാവരും മാത്രമേ നമ്മുടെ കമ്പനിയുടെ എല്ലാ ബെനിഫിറ്റ്സും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എങ്ങനെയാണ് വിവാഹ ബിസിനസ് ഓണർ ആവേണ്ടതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആണ്. ഒരു 12 പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്തുകൊണ്ട് നമ്മളുടെ ഒരു കപ്പാസിറ്റി, റീറ്റെയിലിംഗ് കപ്പാസിറ്റി തെളിയിക്കാൻ കമ്പനി ബോധ്യപ്പെടുത്താൻ തയ്യാറായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു വിവാഹ ബിസിനസ് ഓണറായി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ. ഒരു ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഈ കമ്പനിയിൽ ഒരു 3D സപ്പോർട്ട് അവൈലബിൾ ആണ്. കാരണം നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു വിദ്യാഭ്യാസം ഇല്ലാത്ത വ്യക്തികൾക്ക് പോലും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത വ്യക്തികൾക്ക് പോലും ഇതിൽ വിജയിക്കാൻ സാധിക്കുന്നുണ്ടോ.
അതിനുവേണ്ടി ഒരു 3D സപ്പോർട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തി അടക്കം, നിങ്ങളുടെ സ്പോൺസർ അടക്കം വലിയൊരു ഓർഗനൈസേഷൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ കമ്പനി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഇത് എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള കമ്പനിയുടെ A to Z കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും. കമ്പനിയുടെ ഓൺ ഓപ്പറേറ്റഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിട്ടുള്ള വൈബ്രന്റ് എന്ന് പറയുന്ന സിസ്റ്റം ചെയ്യുന്നുണ്ടാവും, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും മൈ ഡിയർ ഫ്രണ്ട്സ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ നെക്സ്റ്റ് വരുമാനം എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ റീറ്റെയിൽ ചെയ്തുകൊണ്ട് ഈ ഒരു കമ്പനി എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. കൂടുതൽ റീറ്റെയിൽ ചെയ്തുകൊണ്ട് കൂടുതൽ വരുമാനം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ടാവും. നമ്മളാണ് ഏറ്റവും കൂടുതൽ ഒരു കലണ്ടർ മന്തിൽ നമ്മളാണ് ഏറ്റവും കൂടുതൽ പാൻ ഇന്ത്യയിൽ നമ്മളാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റീറ്റെയിൽ പ്രോഫിറ്റ് കൂടാതെ കമ്പനി 50,000 രൂപ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കമ്പനി അയച്ചിരുന്നുണ്ടാവും. 50,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കമ്പനി അയച്ചിരുന്നുണ്ടാവും. സെക്കൻഡ് പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് 20,000 രൂപയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് ടോപ്പ് റീഡേഴ്സ് ബോണസ് ആയിട്ട് കമ്പനി അയച്ചിരുന്നുണ്ടാവും. അതുപോലെ തന്നെ നോക്കുന്ന സമയത്ത് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ടോ, VB ആയതിനു ശേഷം 14 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വരുമാനം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിസിനസ് ഓപ്പണിംഗ് ബോണസ് മുതൽ റിവാർഡ്സ് വരെ ബോണസ് ഇനത്തിലും റീറ്റെയിൽ റവന്യൂ മുതൽ റോയൽറ്റി വരെ റവന്യൂ ഇനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി നിങ്ങൾക്ക് വരുമാനം പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാണ്. അതുപോലെ അതിനുവേണ്ടി ഒറ്റ കണ്ടീഷനുള്ളൂ, സാറ്റർഡേ മുതൽ ഫ്രൈഡേ വരെ എന്ത് ചെയ്യാം, നമ്മൾ ആക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കാൻ റെഡി ആവുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ഒരു വിവാ ബിസിനസ് ഓണർ ആയാൽ മാത്രമേ ഈ ഒരു അവസരം, ഇതൊരു പീപ്പിൾ ഫ്രാഞ്ചൈസി ബിസിനസ് ആയതുകൊണ്ട് ഈ അവസരം എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ നമ്മൾ വിവാ ബിസിനസ് ഓണർ ആയി കഴിഞ്ഞാൽ ഒരു 5 വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ അവസരം പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ. നമ്മളെ പോലെ തന്നെ ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജോബ് അന്വേഷിക്കുന്ന വ്യക്തികൾ, സ്വപ്നങ്ങളുള്ള വ്യക്തികൾ, അതുപോലെ തന്നെ കടബാധ്യതയുള്ള വ്യക്തികൾ, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുള്ള വ്യക്തികൾ, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡ്രിവൺ ആയിട്ട് പേഴ്സണാലിറ്റി മാറണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അങ്ങനെ 5 വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവസരം കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അങ്ങനെ അവർക്ക് അവസരം കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ കച്ചവടം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ടേൺ ഓവർ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അങ്ങനെ വർദ്ധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ആഴ്ചയിൽ ഒരു പ്രൊഡക്റ്റിന് 125 രൂപ വെച്ച് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു പാസീവ് ഇൻകം നിങ്ങൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. കമ്പനി 2 രീതിയിലാണ് കമ്പനി വരുമാനം തരുന്നത്, ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം. ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നു 500 രൂപ വരുമാനം. പക്ഷേ മറ്റുള്ള സമയവും കഴിവും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റുമ്പോ വിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റുമ്പോ 125 രൂപ വെച്ച് നിങ്ങൾക്ക് കമ്പനി പാസീവ് ഇൻകം തരുന്നുണ്ടാവും. അങ്ങനെ 2 ഓർഗനൈസേഷൻ, എ കമ്മ്യൂണിറ്റി, ബി കമ്മ്യൂണിറ്റി, അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ എ കമ്മ്യൂണിറ്റിയിൽ 600 ഗ്രൂപ്പുകളെയോ അതുപോലെ ബി കമ്മ്യൂണിറ്റിയിൽ ഒരു 900 ഗ്രൂപ്പുകളെയും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ലെസർ മാച്ച് ചെയ്തുകൊണ്ട് 6000 ഗ്രൂപ്പുകളെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് 6000 ഗ്രൂപ്പുകൾ ഇതിന്റെ 10 ഇരട്ടി, അതായത് 6000 രൂപ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കമ്പനി ഒരാഴ്ച വരുമാനമായിട്ട് തരുന്നുണ്ടാവും. 6000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഫസ്റ്റ് ആഴ്ചത്തെ വരുമാനം എന്ന് പറയുന്നത്. സെക്കൻഡ് വീക്ക് എന്ന് പറയുന്നത്, സെക്കൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2000 ഗ്രൂപ്പുകളെയും എ കമ്മ്യൂണിറ്റിയിലും 1200 ഗ്രൂപ്പുകളെയും ബി കമ്മ്യൂണിറ്റിയിലും നോക്കുന്ന സമയത്ത് ആ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് നിങ്ങൾ ഈ ആഴ്ചയിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ലെസർ മാച്ച് ചെയ്തുകൊണ്ട് 1500 പി മാച്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് 15000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആഴ്ച വരുമാനമായിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ 2500 ഗ്രൂപ്പുകളെയും എ കമ്മ്യൂണിറ്റിയിലും അതുപോലെ 3600 ഗ്രൂപ്പുകളെയും ബി കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുള്ള ആ 500 ഗ്രൂപ്പുകളെയും ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചോളം 25000 ഗ്രൂപ്പുകളെയും മാച്ച് ചെയ്തുകൊണ്ട് 25000 കൂടെ 500 ഗ്രൂപ്പുകളെയും മാച്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് 30000 രൂപ. മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു ആഴ്ചയിൽ പോലും 30000 രൂപ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അങ്ങനെ ടീം വർക്കിലൂടെ നിങ്ങൾ കച്ചവടം നടത്തുന്ന സമയത്ത് 5000 ഗ്രൂപ്പുകളെയും എ കമ്മ്യൂണിറ്റിയിലും 5000 ഗ്രൂപ്പുകളെയും ബി കമ്മ്യൂണിറ്റിയിലും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഴ്ച വരുമാനം എന്ന് പറയുന്നത്, വീക്കിലി ഇൻകം എന്ന് പറയുന്നത് 50000 രൂപ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആഴ്ചയിൽ. ഒരു 10000 ഗ്രൂപ്പുകളെയും എ കമ്മ്യൂണിറ്റിയിലും 10000 ഗ്രൂപ്പുകളെയും ബി ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത്, വീക്കിലി ഇൻകം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ. മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ 1 വർഷം 2 വർഷം 3 വർഷം കൊണ്ട് നിങ്ങൾ ശക്തമായ ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് 25000 ഗ്രൂപ്പുകളെയും എ കമ്മ്യൂണിറ്റിയിലും ബി കമ്മ്യൂണിറ്റിയിലും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിശ്വസനീയമായി തോന്നിയേക്കാം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25000 ഗ്രൂപ്പുകളെ മാച്ച് ചെയ്യുന്ന സമയത്ത് ആഴ്ചയിൽ 2,50,000, മാസം 10 ലക്ഷം രൂപ കിട്ടുന്ന ഒരു മാത്രമായ അവസരമാണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പല വ്യക്തികളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്,
ഇങ്ങനെ ആഴ്ച 2,50,000 രൂപ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആളുകൾ വരണമെന്ന് ഒരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാവും. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കാം, നമ്മളൊരു എ കമ്മ്യൂണിറ്റിയിൽ 100 പേരും ബി കമ്മ്യൂണിറ്റിയിൽ 100 പേരും ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ അവരൊരു സിംഗിൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ പോലും നിങ്ങളുടെ മന്ത്ലി വരുമാനം എന്ന് പറയുന്നത് 25,000 രൂപ. മൈ ഡിയർ ഫ്രണ്ട്സ്, അതുപോലെ എ കമ്മ്യൂണിറ്റിയിലെ 200 പേരും ബി കമ്മ്യൂണിറ്റി 200 പേരും ഒരു 2 പ്രൊഡക്റ്റ് അവരുടെ റീറ്റെയിൽ പ്രോഫിറ്റിന് വേണ്ടി അവരുടെ വരുമാനത്തിന് വേണ്ടി ഓടുന്ന സമയത്ത് അവരുടെ വരുമാനം, നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് മന്ത്ലി വരുമാനം എന്ന് പറയുന്നത് 1,00,000 രൂപ. മൈ ഡിയർ ഫ്രണ്ട്സ്, അതുപോലെ ഒരു 100 പേര് എ കമ്മ്യൂണിറ്റിയിലും 100 പേര് ബി കമ്മ്യൂണിറ്റിയിലും ഒരു 4 പ്രൊഡക്റ്റ് അവർ റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് മന്ത്ലി വരുമാനം എന്ന് പറയുന്നത് 1,00,000 രൂപ. അങ്ങനെ ഒരു 1000 പേര് എ കമ്മ്യൂണിറ്റിയിലും 1000 പേര് ബി കമ്മ്യൂണിറ്റിയിലും ഒരു 4 പ്രൊഡക്റ്റ് അവർ റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് ആളുകൾ വന്നില്ലെങ്കിലും, ആ ഒരു മാസം ആളുകൾ വന്നില്ലെങ്കിലും നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് മൈ ഡിയർ ഫ്രണ്ട്സ് 10,00,000 രൂപ ചെയ്യാൻ പറ്റും. ഒരു മാസം ചെയ്യാൻ പറ്റും. ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ ആളുകൾ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, കമ്പനിയുടെ 3ാമത്തെ റാങ്ക് ആണ് സ്റ്റാർ 500 എന്ന് പറയുന്ന റാങ്ക്. ഈ റാങ്ക് അച്ചീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ആക്സിഡന്റ് ഇൻഷുറൻസ് പോളിസി ആയിട്ടുള്ള ഒരു 5 ലക്ഷം രൂപ ഇൻഷുറൻസ് കവറേജ് എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ സ്റ്റാർ 1000 എന്ന് പറയുന്ന റാങ്ക്, കമ്പനിയിൽ നിന്ന് 1,00,000 രൂപ ഇൻകം വാങ്ങുന്ന സമയത്ത് സ്റ്റാർ 1000 എന്ന് പറയുന്ന റാങ്ക് അച്ചീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 ഡേയും 2 നൈറ്റും ബാംഗ്ലൂർ ഷെറാട്ടൺ എന്ന് പറയുന്ന 5 സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഒരു പ്രോഗ്രാം എന്ത് ചെയ്യാൻ പറ്റും, വിത്ത് ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അതുപോലെ തായ്ലൻഡ് എന്ന് പറയുന്ന റാങ്ക് അച്ചീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വിത്ത് ഫാമിലി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തായ്ലൻഡ് എന്ന് പറയുന്ന അതിമനോഹരമായ കൺട്രിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വിത്ത് ഫാമിലി ആയിട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ. അതുപോലെ മലേഷ്യ എന്ന് പറയുന്ന റാങ്ക് അച്ചീവ് ചെയ്യുന്ന സമയത്ത് മലേഷ്യ എന്ന് പറയുന്ന അതിമനോഹരമായ രാജ്യത്തേക്ക് വിത്ത് ഫാമിലി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പറക്കാൻ സാധിക്കുന്നുണ്ടോ. എമറാൾഡ് എക്സിക്യൂട്ടീവ് ആവുന്ന സമയത്ത് ഉസ്ബെക്കിസ്ഥാൻ, അതുപോലെ തന്നെ സഫയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആ റാങ്ക് അച്ചീവ് ചെയ്യുന്ന സമയത്ത് ദുബായ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറക്കാൻ പറ്റുന്നുണ്ടോ. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് മലയാളീസ് പലരും ദുബായ് എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് ഇന്ന് പണിക്ക് പോകുന്ന സമയത്ത് ഇൻഡസ്ട്രി നമ്മൾ ഓരോരുത്തരും നെഞ്ചിലേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ സഫയർ എക്സിക്യൂട്ടീവ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്ത് ഫാമിലി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജോലിക്കാരനായിട്ടുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ദുബായ് എന്ന് പറയുന്ന രാജ്യം വിസിറ്റ് ചെയ്യാനായിട്ട് ഒരു ടൂർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ദുബായിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറക്കാൻ സാധിക്കുന്നു. സമയത്ത് സിംഗപ്പൂർ എന്ന് പറയുന്ന അതിമനോഹരമായ രാജ്യത്തേക്ക് വിത്ത് ഫാമിലി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സന്ദർശിക്കാനായിട്ട് സാധിക്കുന്നതോ. ഇൻഡസ്ട്രി എന്ന് പറയുന്ന കമ്പനിയുടെ സക്സസ് സ്റ്റോറി പരിശോധിക്കുന്ന സമയത്ത് ഈ കമ്പനി 2014 തുടങ്ങിയ കമ്പനി 10 വർഷം പിന്നിടുന്ന സമയത്ത് ഇന്ന് ഈ അവസരത്തിലൂടെ ഏകദേശം 89 കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്ത കമ്പനിയാണ് ഇത്. ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ളത് നമ്മളുടെ ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. ഏകദേശം 24 കോടീശ്വരന്മാരെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഏറ്റവും പ്രൗഡായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നുണ്ടോ, ഇന്ന് കമ്പനി ക്രിയേറ്റ് ചെയ്തത് ഏകദേശം 22 കോടീശ്വരന്മാരായിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ടീം ജീവാനന്ദ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ. ആ ടീം ജീവാനന്ദ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഇന്ന് കേരളത്തിൽ പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് 10 കോടീശ്വരന്മാരെ ടീം ജീവാനന്ദ് എന്ന് പറയുന്ന നമ്മുടെ ഇന്ന് കമ്പനിയുടെ ഇൻവെസ്റ്റ് വന്ന കമ്പനിയുടെ മിഷൻ പോലും ഇത് 2030 1000 കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്തിരിക്കുമെന്ന ശക്തമായ മിഷനോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇൻവെസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. എന്റെ ചോദ്യം എന്ന് പറയുന്നത് 2030 കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലൊരു കോടീശ്വരനാവാൻ നിങ്ങൾ റെഡിയാണോ എന്നുള്ളതാണ്. നമ്മുടെ തീരുമാനത്തിലായിരിക്കും നമ്മുടെ വിധി നിർണ്ണയിക്കപ്പെടുക എന്നുള്ളതാണ് ആന്റണി റോബിൻസ് എന്ന് പറയുന്ന വ്യക്തി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടത് നമുക്ക് ഡോക്യുമെന്റ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ്, നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് ഓണറബിൾ ജെഡി ഇൻഡസ്ട്രിയുമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, വളരെ പ്രൗഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യം, ഇന്ന് ഞങ്ങൾക്കില്ലാത്തൊരു ഓഫറാണ് നിങ്ങളോട് പറയുന്നത്. ഇതൊരു വിവാ ബിസിനസ് ഓണറായി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചോളം ഒരു 1+5 വീക്കിനുള്ളിൽ നിങ്ങൾ കമ്പനിയുടെ 3ാമത്തെ റാങ്ക് വളരെ സിമ്പിൾ ആയിട്ട് 1+5 വീക്കിനുള്ളിൽ ഒരു സ്റ്റാർ 500 എന്ന് പറയുന്ന റാങ്ക് അച്ചീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാസ വരുമാനം പോലും നിങ്ങൾക്ക് 45,000 രൂപ എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പട്ടണമായ ആ തായ്ലൻഡ് എന്ന് പറയുന്ന ആ രാജ്യത്തേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പറക്കാൻ ഒരു ഓപ്ഷനാണ്. 1+1 വീക്കിനുള്ളിൽ സ്റ്റാർ 500 ആവുക സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വിജയ് എന്ന് പറഞ്ഞ വ്യക്തിയോട് പല
വ്യക്തികളും ചോദിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ സക്സസ് എന്താണെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു മറുപടിയാണ് റൈറ്റ് ടൈം റൈറ്റ് ബിസിനസ്. അദ്ദേഹം ആ ഒരു ആൻസർ അതിലൊതുക്കി അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് റൈറ്റ് ടൈം റൈറ്റ് ബിസിനസ്. ശരിയായ സമയത്ത് ശരിയായ ബിസിനസ് ഞാൻ ഏറ്റെടുത്തു, അതിൽ പ്രവർത്തിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയെന്നാണ് ബിൽ ഗേറ്റ്സ് പറഞ്ഞിട്ടുള്ളത്. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ചിന്തിക്കുക, ശരിയായ സമയത്ത് ഒരു ബന്ധുവായിക്കോട്ടെ സുഹൃത്തായിക്കോട്ടെ ശരിയായ സമയത്ത് ശരിയായ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഓരോരുത്തരും ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുത്ത് കൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ സ്വപ്നങ്ങളുണ്ടോ അതെല്ലാം സാക്ഷാത്കരിക്കാൻ പറ്റിയ ഒരു മഹത്തരമായ അവസരമാണ് ഇൻഡസ് വിവ എന്ന് പറയുന്ന ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. നിങ്ങൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിറവേറ്റാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി താങ്ക് യു വിഷ്ണു സർ. അതിമനോഹരമായിട്ട് നമ്മുടെ നല്ലൊരു ഡിസിഷൻ ക്ലാസ്